ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണി കാണും നേരം കമലാനേത്രന്റെ സമൃദ്ധിയുടെ പൊൻകണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷങ്ങളിൽ. കളിമൺ പാത്ര വ്യാപാരികൾക്ക് പ്രതീക്ഷ നൽകി വിഷു. വെള്ളിമാടുകുന്ന് വൃദ്ധസദനത്തിലെ താമസക്കാർക്ക് ഇന്ത്യ പോസ്റ്റ് കാലിക്കറ്റിന്റെ വിഷു കൈനീട്ടം. ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാന്ത്വനമേകാൻ കൈകോർക്കാൻ ധനസമാഹരണ പദ്ധതി ഏപ്രിൽ 26 മുതൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സമൃദ്ധിയുടെ പൊൻകണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷിക്കുകയാണ്. തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന ഉത്സവം കൂടിയാണ് മലയാളിക്ക് വിഷു. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞൾ തുരി ചാർത്തി. വിഷുവിനെ കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. നരകാസുര വധവുമായി ബന്ധപ്പെട്ടതാണ് അതിൽ പ്രധാനം. രാമായണവുമായി ബന്ധപ്പെട്ടും കഥകളുണ്ട്. മേടപ്പുലരിയുടെ വരവിളിച്ചോതിക്കൊണ്ട് കണിക്കൊന്നകൾ പൂത്തുലയുമ്പോൾ നാടെങ്ങുമുള്ള മലയാളികൾ വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങും. സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് മാറുന്ന ശുഭമുഹൂർത്തം കൂടിയാണ് വിഷു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി നിറകണി ഒരുക്കിയാണ് മലയാളികൾ വിഷുവിനെ വരവേൽക്കുന്നത്. കാർഷിക വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ നിലനിന്നിരുന്ന പഴയ കാലത്ത് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യം കണി കണ്ടുണരുക എന്നതാണ് ഇതിന്റെ സങ്കല്പം. അലങ്കരിച്ചു വെച്ച കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ തെളിഞ്ഞു കത്തുന്ന നിലവിളക്കുകളും അതിനു സമീപത്ത് തേച്ചുമിനുക്കിയ ഓട്ടുരുളിയിൽ ഉടങ്ങലരിയും സ്വർണവർണ്ണമാർന്ന കണിവെള്ളരിയും മുറിച്ചുവെച്ച നാളികേരവും ഫലവർഗ്ഗങ്ങളും വിത്തുകളും അഷ്ടമംഗല്യവും തുറന്നുവെച്ച ഗ്രന്ഥവും വാൽക്കണ്ണാടിയുമെല്ലാം ഒരുക്കി വെച്ചാണ് കണി തയ്യാറാക്കുക. സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായി കസവ് വസ്ത്രവും സ്വർണവും പണവും എല്ലാം ഉണ്ടാവും. അമ്മമാർ കുട്ടികളെ കണ്ണുപൊത്തി കൊണ്ടുവന്ന് കണി കാണിക്കും. തുടർന്ന് വീട്ടിലെ മുതിർന്നവർ കൈനീട്ടം നൽകും. പിന്നെ സന്തോഷത്തിന്റെ പ്രതീകമായി പടക്കങ്ങൾ പൊട്ടിച്ചും പൂത്തിരികൾ കത്തിച്ചും എല്ലാവരും ചേർന്ന് വിഷു അവിസ്മരണീയമാക്കും. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞൾ തുരി ചാർത്തി. കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കളിമൺ പാത്ര നിർമ്മാണം ജീവിതോപാധിയായി കാണുന്ന കുടുംബങ്ങൾക്ക് ഈ വിഷു പ്രതീക്ഷയുടേതാണ്. നിർമ്മാണവും വിൽപ്പനയും വലിയ പ്രതിസന്ധി നേരിടുന്ന കാലത്തും വിഷു എത്തുന്നതോടെ റോഡരികുകളിൽ കളിമൺ പാത്രങ്ങൾ ഇടം പിടിക്കും. വിഷുവിന് മുൻപേ തന്നെ മൺപാത്ര വിപണി സജീവമായതോടെയാണ് കളിമൺ പാത്ര വിൽപ്പനക്കാരുടെ സ്വപ്നങ്ങളിൽ പൂത്തിരി കത്താൻ തുടങ്ങിയത്. അടുക്കളയിൽ മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലം മാറി. അലൂമിനിയം പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും ആ സ്ഥാനം കൈയടക്കിയതോടെ പൊട്ടിച്ചിതറിയ ഇവരുടെ സ്വപ്നങ്ങളാണ് ഈ വിഷുക്കാലത്ത് വീണ്ടും തളിർത്തത്. ഗ്യാസ് ലഭ്യതാ പ്രശ്നം കാരണം ഈർച്ചപ്പൊടിയും വിറകും ഉപയോഗിച്ചുള്ള മണ്ണടുപ്പുകൾക്ക് ആവശ്യക്കാർ ധാരാളം കൂടിയിട്ടുണ്ടെന്നും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒപ്പം ഭഗവതി ക്ഷേത്രങ്ങളിലെല്ലാം പൊങ്കാല ഉത്സവവും തുടങ്ങിയതോടെ മൺകലങ്ങളുടെയും ചരാതുകളുടെയും വിൽപ്പനയിൽ വർധനവുണ്ടായി. പരമ്പരാഗത വ്യവസായത്തിന് വീണ്ടും കരുത്തു പകരുകയാണ് ഇത്തരം ആഘോഷങ്ങൾ. വിഷുവിനും മറ്റ് ആഘോഷങ്ങൾക്കുമെല്ലാം മൺകലങ്ങളിൽ അരിമാവ് കൊണ്ട് അണിയുന്ന ആചാരങ്ങളെല്ലാം തിരിച്ചു വരികയാണെന്നതും മൺപാത്ര നിർമ്മാണ മേഖലയിൽ പ്രതീക്ഷ പകരുന്നതാണ്. കളിമൺ പാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതാണ് സുരക്ഷിതമെന്ന യൂട്യൂബ് വീഡിയോകൾ വിൽപ്പനയിൽ വലിയ സാധ്യത ഉണ്ടാക്കിയെന്നും കലങ്ങൾ, ചട്ടി, കൂജ തുടങ്ങിയവയ്ക്ക് വലിയ രീതിയിൽ ആവശ്യക്കാരുണ്ടായെന്നതും പ്രതീക്ഷ നൽകുന്നതാണ്.
കളിമൺ പാത്ര നിർമ്മാണം നടത്തുന്ന ആദി ആന്ധ്ര സമുദായത്തിൽപ്പെട്ട 90 കുടുംബങ്ങളാണ് ഒളവണ്ണ പഞ്ചായത്തിലുള്ളത്. ഇതിൽ 6 കുടുംബങ്ങൾ മാത്രമാണ് ചൂട്ടാലയിൽ സ്വയം നിർമ്മിച്ചെടുക്കുന്ന മൺപാത്രങ്ങളുടെ വിൽപ്പനയുമായി വിപണിയിലുള്ളത്. പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവെക്കുമ്പോഴും കളിമൺ പാത്ര നിർമ്മാണ മേഖലയിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ കുടുംബങ്ങളെ അലട്ടുന്നുണ്ട്. മണ്ണിന്റെ ലഭ്യതക്കുറവ് കാരണം പാലക്കാട്ട് നിന്നും വരുന്ന ഒരു ലോഡ് മണ്ണിന് 20,000 രൂപയ്ക്ക് മുകളിൽ വില നൽകണം. നിർമ്മാണ ചെലവ് കൂടി കണക്ക് കൂട്ടുമ്പോൾ ഉൽപ്പന്നങ്ങൾ വലിയ വിലയ്ക്ക് നൽകേണ്ടി വരുന്നതും പ്രശ്നങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് വെള്ളിമാട് കുന്ന് ഗവൺമെന്റ് വൃദ്ധസദനത്തിലെ താമസക്കാർക്ക് വിഷു കൈനീട്ടം സമ്മാനിച്ചു. ഇന്ത്യ പോസ്റ്റ് കാലിക്കറ്റ് ഡിവിഷന്റെയും കെട്ടാങ്ങൽ അമല ക്ലിനിക്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങ്. പ്രതീക്ഷയുടെ കണ്ണുകൾ കാത്തിരിക്കും, ആരെങ്കിലും ഇതുവഴി വരുമെന്നു കരുതി. വിശേഷ ദിവസങ്ങളിൽ പ്രതീക്ഷയല്ല, ഉറപ്പായും വരും അവരെ ചേർത്ത് നിർത്താൻ. ഇന്ത്യ പോസ്റ്റ് കാലിക്കറ്റ് ഡിവിഷനും കെട്ടാങ്ങൽ അമല ക്ലിനിക്കും സംയുക്തമായാണ് വെള്ളിമാട് കുന്ന് വൃദ്ധസദനത്തിൽ വിഷു കൈനീട്ടവുമായി എത്തിയത്. മിനി ഹാളിൽ നടന്ന ചടങ്ങ് ഇന്ത്യ പോസ്റ്റ് കാലിക്കറ്റ് ഡിവിഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസേഴ്സ് AN സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പൈസ നമുക്ക് എല്ലാവരുടെ ഉണ്ടാവും, എല്ലാ സ്ഥാപനങ്ങൾക്കും പൈസ ഉണ്ടാവും, വ്യക്തികൾക്ക് പൈസ ഉണ്ടാവും. പക്ഷെ അവർക്കൊന്നും നന്മ ഉണ്ടാകുന്നില്ല. എല്ലാവരും ഇതിങ്ങനെ ചെയ്യണമെന്നില്ല. മനുഷ്യൻ തന്നെ സഹാനുഭൂതിയും കരുണയും ദയയും ഒക്കെ ഒതുങ്ങിയ അല്ലെങ്കിൽ നന്മയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് മനുഷ്യൻ എന്ന ജന്മം തന്നെ. പക്ഷെ പലപ്പോഴും നമ്മളെല്ലാവരും അതൊക്കെ മറന്നു പോകുന്നു. എന്നാലും അതിന്റെ ഉറവ പറ്റിയിട്ടില്ല എന്നുള്ള ഉദാഹരണമാണ് ഈ അമല ക്ലിനിക്കും അതിന്റെ സാരഥിയായ മേരി ജോസ്. ഇന്ത്യ പോസ്റ്റിന്റെ മുദ്രണം ആലേഖനം ചെയ്ത ഔദ്യോഗിക കവറിൽ ഇന്ത്യ പോസ്റ്റ് കാലിക്കറ്റ് ഡിവിഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് AN സുനിൽകുമാർ, അമല ക്ലിനിക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മേരി ജോസഫ് എന്നിവരിൽ നിന്നും ഗവൺമെന്റ് വൃദ്ധസദനം സൂപ്രണ്ട് സിദ്ദീഖ് ചൂണ്ടക്കാട് താമസക്കാർക്കുള്ള കൈനീട്ടം ഏറ്റുവാങ്ങി. പ്രൊഫസർ വർഗീസ് മാത്യു, C ഹൈദരലി, K സുജിലേഷ്, PV ജയമോഹനൻ, അമൽ വരുൺ മാത്യു, അപർണ ഫ്രാൻസിസ്, ലിജിത വിനയൻ, R ദീപ്തി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാന്ത്വനമേകാൻ കൈകോർക്കാം ധനസമാഹരണ പദ്ധതി ഏപ്രിൽ 26-ന് ആരംഭിക്കും. ബേപ്പൂർ മണ്ഡലത്തിലും ഒളവണ്ണ പഞ്ചായത്തിലുമായി 80,000 വീടുകളിൽ പ്രത്യേക കവർ എത്തിച്ചാണ് ധനസമാഹരണം നടത്തുന്നത്. പാവപ്പെട്ട വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ഒരുക്കുന്ന ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നല്ലളം ഡയാലിസിസ് സെന്ററിന് ഫണ്ട് കണ്ടെത്താനായാണ് സ്വാന്തനമേകാൻ കൈകോർക്കാമെന്ന ധനസമാഹരണ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിക്ക് 26-ന് തുടക്കമാകുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ VKC മുഹമ്മദ് കോയ, കൺവീനർ K ഉദയകുമാർ, മാനേജർ TT മനോജ് എന്നിവർ അറിയിച്ചു. 50 വീടുകൾക്ക് ഒരു സ്ക്വാഡ് എന്ന നിലയിൽ 1500 സ്ക്വാഡുകൾ രൂപീകരിച്ച് 10,000 സന്നദ്ധ പ്രവർത്തകർ മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനത്തിന് രംഗത്തിറങ്ങും. 26-ന് വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിച്ചു നൽകുന്ന കവറുകൾ മെയ് 1 മുതൽ 3 വരെയായി തിരിച്ചെടുക്കും.
ഇതിനായി ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, വ്യാപാരി വ്യവസായികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ വിപുലമായ കൺവെൻഷൻ ചേർന്ന് സംഘാടക സമിതി രൂപീകരിച്ചു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകയായ ബേപ്പൂർ മണ്ഡലം ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫറോക്ക് ചുങ്കം റെഡ് ക്രസന്റ് ആശുപത്രിയുടെ സഹകരണത്തോടെ 2010 തുടങ്ങിയ സൗജന്യ ഡയാലിസിസ് പദ്ധതിയിൽ ഇന്ന് നല്ലളത്തെ സ്വന്തം കെട്ടിടത്തിൽ 25 യന്ത്രങ്ങൾ ഉപയോഗിച്ച് 100 പേർക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. മാസം വിവിധ ഘട്ടങ്ങളിലായി 1300 ഡയാലിസിസ് ചെയ്യുന്ന ഇവിടെ 85 പേർ അപേക്ഷ നൽകി കാത്തിരിപ്പാണ്. കഴിഞ്ഞ 16 വർഷത്തിനിടെ 1.10 ലക്ഷം ഡയാലിസിസ് നൽകാനായി. ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനത്തിന് വർഷം 2.5 കോടി രൂപ ചെലവ് വരുന്നുണ്ട്. മരുന്നുകൾ ഉൾപ്പെടെ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നതിന് മാസം കുറഞ്ഞത് 21 ലക്ഷത്തോളം രൂപ വേണ്ടിവരുന്നു. വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അകമഴിഞ്ഞ് ലഭിക്കുന്ന സഹായങ്ങളാണ് ട്രസ്റ്റിന്റെ ഏക വരുമാനം. ഒരു മാസം ഒരാളുടെ ഡയാലിസിസ് ചെലവ് ഏറ്റെടുക്കാൻ 18,200 രൂപ വേണമെന്നും സുമനസ്സുകളായ പലരും ഇത്തരത്തിൽ ചിലരുടെ ചെലവ് ഏറ്റെടുത്തിട്ടുണ്ടെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. പടക്ക വിപണിയിൽ 4 പതിറ്റാണ്ട് പിന്നിട്ട ചാമ്പ്യൻസ് 4ാം തലമുറയിലും തിളക്കമാർന്ന നേട്ടത്തിലാണ്. കോഴിക്കോട് കുണ്ടായിത്തോടിലെ ചാമ്പ്യൻസിൽ നിന്നും പടക്കം വാങ്ങൽ മലബാറുകാരുടെ ശീലം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ 4 ദിവസം അടച്ചിട്ടതിനാൽ വിഷു എടുത്തപ്പോൾ പതിവിലേറെ തിരക്കാണ് പടക്ക വിപണിയിൽ. ചാമ്പ്യൻസിൽ അത് 10 മടങ്ങ് വർദ്ധിച്ച് പ്രധാന റോഡ് വരെ എത്തി. ആകാശത്ത് വർണ്ണങ്ങൾ വിതറുന്ന സ്കൈ ഷോട്ട്സ്, ഫൗണ്ടൻസ് പടക്കങ്ങൾ എന്നിവയ്ക്കാണ് ആവശ്യക്കാരേറെ. ഇടവേളകളില്ലാതെ വാനിൽ വിസ്മയം തീർക്കുന്നതാണ് ഇത്രയേറെ ആകർഷിക്കാൻ കാരണം. പതിവ് പോലെ കുട്ടികൾക്കുള്ള ഐറ്റം വേറെയും ചാമ്പ്യൻസിന് മാത്രമായുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഓഫർ നൽകിയും നികുതി വെട്ടിച്ചും സുരക്ഷാ നിയന്ത്രണങ്ങൾ പാലിക്കാതെയും ലൈസൻസ് ഇല്ലാതെയും വിൽപ്പന നടത്തുന്നതാണ് പ്രൊഫഷണലായി കച്ചവടം നടത്തുന്നവർ നേരിടുന്ന വെല്ലുവിളി. അതേസമയം ചാമ്പ്യൻസ് പടക്കങ്ങൾക്ക് മിതമായ നിരക്ക് ആയതിനാൽ ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് ചാമ്പ്യൻസ് ട്രേഡിംഗ് ഏജൻസീസ് പാർട്ട്ണർ ബാബു ജോസഫിന്റെ പക്ഷം. ഈ വർഷത്തെ പ്രത്യേകത കുറേ തരം ഫൗണ്ടൻസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കളർഫുൾ ആയിട്ടുള്ള കുറേ ഗ്രീൻ ക്രാക്കേഴ്സ് അങ്ങനത്തെ കുറേ ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇപ്പം സ്റ്റോക്ക് ആയിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. ചാമ്പ്യൻ ഫയർവർക്സിന്റെ വക എല്ലാവർക്കും വിഷു ആശംസകൾ. 1983 തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി ബാബുവാണ് ചാമ്പ്യൻസിന് തുടക്കം കുറിക്കുന്നത്. 4ാം തലമുറയിലും തിളക്കമാർന്ന നേട്ടം കൈവരിച്ച് പടക്ക വിപണിയിൽ ചാമ്പ്യൻസ് മുന്നേറ്റം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊൻകതിർ റെസിഡൻസ് അസോസിയേഷൻ വിഷു കിറ്റുകൾ വിതരണം ചെയ്തു. പരിപാടി കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി പ്രോഗ്രാം കോർഡിനേറ്റർ MA ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. കാളാണ്ടിത്താഴം പൊൻകതിർ റെസിഡൻസ് അസോസിയേഷൻ പരിധിയിലെ എല്ലാ വീട്ടുകാർക്കും വിഷു കിറ്റ് വിതരണം ചെയ്തു. ജാതിമത ഭേദമന്യേ എല്ലാ കുടുംബങ്ങൾക്കും ഉള്ള കിറ്റ് വിതരണം ദർശനം സാംസ്കാരിക വേദി പ്രോഗ്രാം കോർഡിനേറ്റർ MA ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സഹദേവൻ ആശംസ നേർന്നു. പൊൻകതിർ പ്രസിഡന്റ് K സുബീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി E സുനീഷ്, ഗജാജി, AT ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. മനോജ്, ഷാജി ബാഷ്, പ്രമോദ്, രവീന്ദ്രൻ, കൃഷ്ണൻകുട്ടി, രവീന്ദ്രൻ നായർ, ദിവ്യ, ലീന, രചിത, ജിഷി സുനിൽകുമാർ, ദീപ, ബിന്ദു സുബീഷ്, നിർമ്മല എന്നിവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%.
Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ ആദ്യ ഫുട്വെയർ റീറ്റെയിൽ ഇക്കോസിസ്റ്റം പ്ലാറ്റ്ഫോമുമായി ബൂട്ട്ലാൻഡ് ഫുട്വെയർ ആൻഡ് ലൈഫ് സ്റ്റൈൽ എക്സ്പോ 2026 പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും നടന്നു. ദക്ഷിണേന്ത്യയിലെ പാദരക്ഷ ലൈഫ് സ്റ്റൈൽ വിപണിയിലെ ഉണർവ് ലക്ഷ്യമിട്ടാണ് ജൂലൈ 21-22 തീയതികളിൽ എക്സ്പോ നടത്തുന്നത്. പാദരക്ഷ ലൈഫ് സ്റ്റൈൽ രംഗത്തെ ബ്രാൻഡുകൾ, വ്യാപാരികൾ, വിതരണക്കാർ എന്നിവർക്ക് പരസ്പരം ബന്ധപ്പെടാനും ബിസിനസ് വിപുലീകരിക്കാനും സാധിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ഇക്കോസിസ്റ്റം പ്ലാറ്റ്ഫോമായാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായ മെഗാ എക്സ്പോ ജൂലൈ 21-22 തീയതികളിൽ കോഴിക്കോട് ട്രേഡ് സെന്ററിൽ വെച്ച് നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഒരു പ്രൊഡക്റ്റ് ഷോക്കേസ് എന്നുള്ള രീതിയിൽ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു റീറ്റെയിൽ ഫുട്വെയർ വ്യാപാരി, ഒരു ഷോപ്പ് നടത്തുന്ന ഒരാൾ, അദ്ദേഹത്തിന് അടുത്ത ലെവലിലേക്ക് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ നോളജ് വേണം, സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം, ഡിജിറ്റൽ മീഡിയ സപ്പോർട്ടുകൾ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരൊറ്റ കുടക്കീഴിൽ ആ വരുന്ന ദിവസം അവർക്ക് അവിടെ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റും. നോട്ട് ഓൺലി പ്രൊഡക്റ്റ്, അവർക്ക് വേണ്ട മറ്റ് സപ്പോർട്ടുകൾ. ഇവർ അവരൊരു പുതിയ ഷോപ്പ് തുറക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് വേണ്ട ചെറിയ കുട്ടികളുടെ മുതൽ വലിയ ആളുകളുടെ വരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ അല്ലെങ്കിൽ ഡീലർമാരുടെ സ്റ്റോളുകൾ അവർക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് അവർക്ക് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ പഠിക്കാനും ഡീലേഴ്സ് ആയിട്ട് മീറ്റ് ചെയ്യാനും അതുപോലെ മറ്റ് ബാങ്ക് ലോണുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ സംസാരിക്കാൻ ബാങ്കിൻ്റെ ഏജൻസികൾ, പിന്നെ MSME ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രതിനിധികളായിട്ട് അവർക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖ ബ്രാൻഡുകളും വ്യാപാരികളും സംഗമത്തിൽ പങ്കാളികളാകും. വാർത്താ സമ്മേളനത്തിൽ ബൂട്ട്ലാൻഡ് ഫൗണ്ടേഷൻ സാരഥികളായ കെ ഹരികൃഷ്ണൻ, കെ ജഗദീഷ്, സുജി രാധാകൃഷ്ണൻ, ലയ വി നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനമായ ആരോൺ അക്കാഡമിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് 50 ലക്ഷം രൂപയുടെ ആരോൺ എലവേറ്റ് സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപിച്ചു. കോഴിക്കോട്ട് നടന്ന ക്യാപ്സ്റ്റോൺ 2026 പരിപാടിയിൽ അക്കാഡമി ഡയറക്ടർമാരാണ് പ്രഖ്യാപനം നടത്തിയത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമ്പൂർണ്ണ സ്പോൺസർഷിപ്പും അർഹരായവർക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പും നൽകി പ്രൊഫഷണൽ വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അർഹരായവരിലേക്ക് കൃത്യമായി സഹായം എത്തുന്നതിനായി 2 വിഭാഗങ്ങളിലായാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ള ആദ്യ വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 14 വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പൂർണ്ണമായും സൗജന്യമായി പഠിക്കാം. സ്കോളർഷിപ്പിന്റെ രണ്ടാമത്തെ വിഭാഗമായ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള ആനുകൂല്യങ്ങൾക്കായി 40 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അക്കാഡമി നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാകും ഈ സ്കോളർഷിപ്പ് ലഭ്യമാക്കുക. ചടങ്ങിൽ അക്കാഡമിയുടെ പുതിയ ലോഗോ ഡയറക്ടർമാരായ ദീപക് VV, സുജിത് S, അക്കാഡമി കോ ഫൗണ്ടർമാരായ മുന്ന സുജിത്ത്, നിമ്മി ദീപക് എന്നിവർ ചേർന്ന് പുറത്തിറക്കി. 2026 അക്കാഡമിയുടെ 10 വർഷത്തെ പ്രവർത്തന വഴികൾ വിവരിക്കുന്ന വീഡിയോയും അലുമിനി കമ്മ്യൂണിറ്റിയുടെ പുതിയ ലോഗോയും പുറത്തിറക്കി. തുടർന്ന് പ്രമുഖർ പങ്കെടുത്ത പാനൽ ചർച്ച, ഫയർസൈഡ് ചാറ്റ് എന്നിവയും നടന്നു. ബിരുദദാന ചടങ്ങിൽ 200ഓളം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കി ബിരുദം ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്രൈറ്റർ ഗ്രൂപ്പ് ദ സ്കൈ പ്രൈവറ്റ് ലക്ഷറി റെസിഡൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. കോഴിക്കോട് കാശ്മീർ കുന്നിലാണ് 62 ആഡംബര വില്ലകൾ നിർമ്മിക്കുന്നത്. പദ്ധതി പ്രഖ്യാപന ചടങ്ങിൽ ദ സ്കൈ പുസ്തക പ്രകാശനവും നടന്നു. ജീവിതത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ളവർക്കും വലിയ ലക്ഷ്യങ്ങളുള്ളവർക്കുമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇന്റന്റ് ബേസ്ഡ് റെസിഡൻഷ്യൽ പ്രോജക്റ്റാണ് കോഴിക്കോട് കാശ്മീർ കുന്നിൽ യാഥാർത്ഥ്യമാക്കുന്നതെന്ന് ക്രൈറ്റർ ഗ്രൂപ്പ് സാരഥികൾ അറിയിച്ചു. പദ്ധതിയുടെ അടിസ്ഥാന ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്രൈറ്റർ ഗ്രൂപ്പ് സ്ഥാപകനും MD-യുമായ ഇഫ്ലു റഹ്മാൻ രചിച്ച ദ സ്കൈ മൈ വിഷൻ ഫോർ വിഷണറീസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന കാശ്മീർ കുന്ന് എന്ന ടേബിൾ ടോപ്പ് ഭൂപ്രദേശത്താണ് പ്രൊജക്ട് യാഥാർത്ഥ്യമാകുന്നത്. 7 സെന്റ് മുതൽ 12 സെന്റ് വരെയുള്ള പ്ലോട്ടുകളിൽ 3200 ചതുരശ്ര അടി മുതൽ 5700 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വിശാലമായ വില്ലകളാണ് നിർമ്മിക്കുന്നത്.
ഏകദേശം 250 കോടി രൂപയുടെ പ്രൊജക്ടിൽ 2.6 കോടി രൂപ മുതലാണ് വില്ലകൾ ആരംഭിക്കുന്നത്. പ്രശസ്ത പാൻ ഇന്ത്യൻ താരം ശ്രിയ ശരണാണ് പ്രൊജക്ടിന്റെ ബ്രാൻഡ് അംബാസഡർ. ഗായിക സബ ടോമിയുടെ ആലാപനത്തിൽ പ്രൊജക്ടിന് വേണ്ടി പ്രത്യേക ഗാനവും തയ്യാറാക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഇഫ്ലു റഹ്മാൻ, CHRO ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുനീസ് മുസ്തഫ, വാഗൺ മാർട്ട് COO അജ്നാസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡാഡു, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രശ്മി ഭട്ട്, COO ഡെറിൽ ജോൺ, ഡയറക്ടർ ഫിറോസ് ബക്രി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണി കാണും നേരം കമലാനേത്രന്റെ സമൃദ്ധിയുടെ പൊൻകണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷങ്ങളിൽ. കളിമൺ പാത്ര വ്യാപാരികൾക്ക് പ്രതീക്ഷ നൽകി വിഷു. വെള്ളിമാടുകുന്ന് വൃദ്ധസദനത്തിലെ താമസക്കാർക്ക് ഇന്ത്യ പോസ്റ്റ് കാലിക്കറ്റിന്റെ വിഷു കൈനീട്ടം. ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാന്ത്വനമേകാൻ കൈകോർക്കാൻ ധനസമാഹരണ പദ്ധതി ഏപ്രിൽ 26 മുതൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.